and welcome back to our channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ കോഴിയും പിടിയാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് പിടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം നന്നായി തിളപ്പിക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഇനി ഇത് നമുക്ക് 5 മിനിറ്റ് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. കുറച്ച് ചൂട് കൊടുക്കുന്നത് തന്നെ കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നടുവിൽ കുറച്ച് പ്രസ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ബോൾസ് ആയിട്ട് തന്നെ ഇടണം വെച്ചെങ്കിൽ അങ്ങനെ ചെയ്താലും മതി, കുഴപ്പമില്ല. ഞാനിവിടെ കുറച്ച് നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പൊടിയും വെച്ചിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് നന്നായി വേവിച്ചെടുക്കണം. അതിനാവശ്യമായ വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളക്കുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ല ജീരകം, ഒരു 3 ചുവന്നുള്ളി ചതച്ചതും ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് 5 മിനിറ്റ് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റണം. ഇനി നമുക്ക് ഇതിന് വേണ്ട ചിക്കൻ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം കുറച്ച് ഓയിൽ ചൂടാക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, 1 ഗ്രാമ്പൂ, ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത്, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് ഒരു വലിയ തക്കാളി ആഡ് ചെയ്യാം. ചെറുതാക്കി നുറുക്കിയ വലിയ തക്കാളി ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്യാം. ഇതെല്ലാം നന്നായി വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യണം. നമുക്ക് എത്രയാണോ ചിക്കൻ വേണ്ടത് വെച്ചെങ്കിൽ അത്ര ആഡ് ചെയ്യുക. ഞാനിവിടെ കുറച്ച് ചിക്കനേ ആഡ് ചെയ്യുന്നുള്ളൂ. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യണം. വെള്ളം ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. മല്ലിയില ആഡ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുത്തിക്കാം.
ഇപ്പോൾ ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതൊന്നും കൂടി ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓണാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുക. അതിനുശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഒരു ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കാം. രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൽ കിടന്നിട്ട് 1 മിനിറ്റ് ഒന്ന് സെറ്റ് ആവട്ടെ. നമ്മളിതിൻ്റെ ഇടയ്ക്ക് നന്നായി ഇളക്കാൻ പാടില്ല. ഇളക്കിയത് ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായ കറിവേപ്പില, ചെറുതാക്കി അരിഞ്ഞ ചുവന്നുള്ളി, 2 വലിയ പച്ചമുളക്, ഇതെല്ലാം വെളിച്ചെണ്ണയിൽ നന്നായി ഒന്ന് വറുത്തെടുത്ത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കരുത്. നന്നായി ഇളക്കിയാൽ ഇത് ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കൂടി തന്നെ നിൽക്കണം, കാരണം ഇത് ഇരുന്ന് സെറ്റ് ആയിക്കോളും. ഇതിങ്ങനെ തന്നെ എടുത്ത് സെർവ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു 15 മിനിറ്റ് ഇത് ഇതേപോലെ ഇരിക്കട്ടെ. അപ്പോഴാണ് ഇത് ശരിക്കും സെറ്റായിട്ട് വരുള്ളൂ, തേങ്ങ ചേർത്ത കാരണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി പിടിയും കോഴിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ഉണ്ടാക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.